ഹായ് ഓൾ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് പൈതണിലുള്ള അത്യാവശ്യം ഈസി ആയിട്ടുള്ള എന്നാൽ ബേസിക് ആയിട്ടുള്ള ഒരു പൈതൺ പ്രോഗ്രാമാണ്. ഇപ്പം ബിടെക്കിൻ്റെ പുതിയ കരിക്കുലം വന്നപ്പം ഫസ്റ്റ് ഇയറിൽ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് പൈതൺ പ്രോഗ്രാമിംഗ്. അപ്പം അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ തൗസൻഡിൻ്റെ ഫാക്ടോറിയൽ, നമുക്കറിയാം തൗസൻഡിൻ്റെ ഫാക്ടോറിയൽ എന്തുമാത്രം വലിയൊരു ഡിജിറ്റാണ്, ഒരു നമ്പറാണ്. അപ്പം ആ നമ്പറിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന്, നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഇൻ 1000 ഫാക്ടോറിയലാണ് നമ്മളിന്ന് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഞാൻ പ്രോഗ്രാമിസ് എന്ന് പറഞ്ഞ പൈതണിൻ്റെ ഓൺലൈൻ കമ്പൈലറാണ് എടുത്തിരിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് ദ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ ആദ്യം തൗസൻഡിൻ്റെ ഫാക്ടോറിയൽ എത്രമാത്രം വലുതാണെന്ന് നോക്കാം. അപ്പോൾ അതിന് നമ്മൾ സാധാരണ രീതിക്ക് സിയിലോ ജാവയിലോ ഒക്കെ നമ്മൾ ഫോർ ലൂപ്പൊക്കെ യൂസ് ചെയ്ത് കുറേ കോഡൊക്കെ എഴുതി ഫാക്ടോറിയൽ കണ്ടുപിടിക്കും. പക്ഷേ പൈതണിൻ്റെ അകത്ത് ഈസി ആയിട്ട് നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ പറ്റും. അതിനായിട്ടുള്ള ഒരു പാക്കേജാണ് മാത്ത് എന്ന് പറഞ്ഞത്. മാത്ത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഫാക്ടോറിയൽ, സമ്മ്, ആവറേജ്, മിനിമം, മാക്സിമം അങ്ങനെ കുറേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മാത്ത് ഫങ്ഷൻസ് ഉണ്ട്. അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം ഇമ്പോർട്ട് മാത്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ എടുക്കുന്ന വേരിയബിൾ ഫാക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിളാണ്. ആ വേരിയബിളിലേക്കാണ് നമ്മൾ തൗസൻഡിൻ്റെ ഫാക്ടോറിയൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പോകുന്നത്. അതിനായിട്ട് ഫാക്റ്റ് ഈക്വൽ ടു മാത്ത് ഡോട്ട് ഫാക്ടോറിയൽ ഓഫ് 1000 എന്ന് എഴുതി ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ, അതായത് തൗസൻഡിൻ്റെ ഫാക്ടോറിയൽ പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം നമ്മൾ എഴുതി. ഇനി ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കി എന്തുമാത്രം വലുതാ തൗസൻഡിൻ്റെ ഫാക്ടോറിയൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇപ്പോൾ ഈ ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഇപ്പോൾ ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണല്ലോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അതിനെ സ്ട്രിങ്ങിലേക്ക് മാറ്റാം. നമ്മൾ ഇൻറ്റീജർ ആയിട്ടുള്ള ഫാക്റ്റിനെ ഒരു സ്ട്രിങ് ആയിട്ട് മാറ്റി. എന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇപ്പം ഫാക്റ്റ് ഇൻറ്റിജർ തന്നെയാണോ അതോ സ്ട്രിങ് ആയോ നമുക്കൊന്ന് നോക്കണമല്ലോ. അപ്പം അതിനായിട്ട് പ്രിൻറ്റ് ടൈപ്പ് ഓഫ് ഫാക്റ്റ് കൊടുത്തു. ടൈപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വേരിയബിൾ ഏത് ടൈപ്പായിട്ടാണ് ഇപ്പോൾ സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് അറിയാനായിട്ടാണ്. അപ്പം നമ്മൾ റൺ ചെയ്ത് നോക്കുമ്പം നോക്ക്, ക്ലാസ് സ്ട്രിങ് എന്നാണ് വന്നേക്കുന്നത്. അപ്പം നമ്മളുടെ ഫാക്റ്റ് സ്ട്രിങ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോൾ ഒരു നമ്പറായിട്ടല്ല നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതൊരു സ്ട്രിങ് ആയിട്ടാണ്. പ്രിൻറ്റ് ടൈപ്പ് ഓഫ് ഫാക്റ്റ് എന്ന് നമ്മളിവിടെ എഴുതിയ ലൈന് ശരിക്കും ഈ പ്രോഗ്രാമിൽ ആവശ്യമുള്ളതല്ല. പിന്നെ ആ ടൈപ്പ് നമ്മൾ മാറിയോ എന്ന് അറിയാനായിട്ട് മാത്രം കൊടുക്കുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾ സ്ട്രിങ് ആക്കി. ഇനി ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് len, അതായത് ലെങ്ത് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ. ഇപ്പം നോക്കി, ആദ്യം നമ്മൾ തൗസൻഡിൻ്റെ ഫാക്ടോറിയൽ ആയിരുന്ന ഫാക്റ്റിനെ നമ്മളൊരു സ്ട്രിങ് ആക്കി. അതിനുശേഷം സ്ട്രിങ്ങിൻ്റെ ലെങ്ത് ആക്കി മാറ്റി ആ ഫാക്റ്റിനെ. ഇപ്പോൾ ശരിക്കും ഫാക്റ്റ് എന്ന് പറയുന്ന വേരിയബിളിനകത്ത് എന്താ ഉള്ളത്, ആ 1000 എന്ന് പറഞ്ഞ ഫാക്ടോറിയൽ നമ്മൾ കണ്ടുപിടിച്ചതിനെ ഒരു സ്ട്രിങ് ആക്കി അതിൻ്റെ അകത്ത് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ആ ഒരു ലെങ്ത് ആണ് ഇപ്പോൾ ഫാക്റ്റിൻ്റെ അകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രിൻറ്റ് ഫാക്റ്റ് ചെയ്താൽ എന്തായിരിക്കും വരിക, ആ 1000ൻ്റെ ഫാക്ടോറിയലിൽ എത്ര ഡിജിറ്റ്സ് ഉണ്ടോ അതായിരിക്കും നമ്മൾക്ക് ഫാക്റ്റിൻ്റെ അകത്ത് പ്രിൻറ്റ് ചെയ്ത് കിട്ടുക. നമുക്ക് നോക്കാം. ഈ പ്രിൻറ്റ് ടൈപ്പ് ഓഫ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ആവശ്യമില്ല, അപ്പോൾ അതങ്ങ് കളഞ്ഞേക്കാം. എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് നോക്കാം. കണ്ടോ, 2568 ഡിജിറ്റ്സ് ആണ് ഈ 1000ൻ്റെ ഫാക്ടോറിയലിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാം പല രീതിയിലും ചോദിക്കാം. ഇതിപ്പോൾ 1000ൻ്റെ ഫാക്ടോറിയൽ ആവണ്ടേ ഏതെങ്കിലും ഒരു ഡിജിറ്റിൻ്റെ ഫാക്ടോറിയലോ, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും വലിയ എക്സ്പോണൻഷ്യൽസോ അല്ലെങ്കിൽ വലിയ വലിയ പ്രൊഡക്റ്റുകളോ ഒക്കെ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്ന ലോജിക്ക് ഇതേ സെയിം തന്നെയാണ്. നമ്മൾ ആ ഇൻറ്റീജറിനെ ഒരു സ്ട്രിങ് ആക്കിയിട്ട് മാറ്റിയിട്ട് അതിൻ്റെ എത്ര ലെങ്ത് ഉണ്ടെന്ന്, ഇപ്പോൾ നമ്മളൊരു ആപ്പിളിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ ലെങ്ത് എന്താവും, APPLE 5 ആയിരിക്കും ആപ്പിളിൻ്റെ ലെങ്ത്, അതായത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്. ഇതേ സെയിം ലോജിക്കിൽ നമുക്ക് പല പല ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത്ര ഈസിയാണ് പരിപാടി. എന്നാൽ എല്ലാവരും പൈതൺ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. താങ്ക് യു.